പുഷ്പാർച്ചനയ്ക്ക് പോയി എല്ലാവരും ചങ്ങനാശ്ശേരിയിൽ മന്നസമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇവിടുന്ന് 11 മണിക്ക് അവിടെ ചെന്നിരുന്നിട്ട് 1.5 മണിവരെ ആണെങ്കിൽ യൂണിയൻ പ്രസിഡന്റ് ഇല്ല. ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന ജനറൽ സെക്രട്ടറി വന്ന് ബാക്കിയുള്ളവരെ കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്തിച്ചേച്ച് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം കണ്ടത് കയറി വരും. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വരികയല്ലോ, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വരത്തില്ലല്ലോ, ഇന്നല്ലേ മന്ത്രി. അല്ല, മനോരമ ചീത്ത വിളിക്കാന്ന് പറഞ്ഞാലേ എളമ്പൽ സർവീസ് സഹകരണ ബാങ്ക് മനോരമയുടെ ഒരു പത്രം വിളക്കുടി സ്കൂളിൽ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു എന്റെ പള്ളിക്കൂടത്തിൽ മനോരമ ഇടാൻ പാടില്ലെന്ന്. എന്റെ പള്ളിക്കൂടത്തിൽ മനോരമ പത്രം ഇടാൻ പാടില്ലെന്ന്. പിറ്റേ ദിവസം തന്നെ ഞാൻ വിളിച്ച് അറിയണേ, ഞാൻ ആ പേപ്പർ എടുത്ത് എളമ്പ സ്കൂളിൽ കൊടുത്തിട്ട് എളമ്പ സ്കൂളിലിട്ട മാതൃഭൂമി പത്രം വിളക്കുടി കൊടുത്തു. അത്ര ജനാധിപത്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതെ, അനുസരിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 28-ാം തീയതി യൂണിയൻ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിയന്റെ പ്രസിഡന്റ് കമ്മിറ്റി കഴിഞ്ഞപ്പോൾ വളരെ മോശമായ രീതി അനുസരിച്ച് കമ്മിറ്റി സംസാരിക്കുകയും അത് കഴിഞ്ഞ് യൂണിയൻ കമ്മിറ്റി ഭരണസമിതിയിലുള്ള ഒരു അംഗത്തിനെ പട്ടാഴി ക്ഷേത്ര മൈതാനത്തിട്ട് ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. അത് ചെയ്യാനുണ്ടായ സാഹചര്യം പത്മ കഫേയായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ചോദിച്ചു. മന്നത്താചാര്യന്റെയും ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറിന്റെയും 2 പ്രതിമകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 10-80 ലക്ഷത്തോളം രൂപ സംഭരിച്ചു. അതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പൊ പുറത്തറിയാൻ വയ്യാത്ത ഒരു പരിസ്ഥിതിയിൽ ആ കണക്കുകൾ ചോദിച്ചതാണ് ആ ലഹള ഉണ്ടാകാനുള്ള കാരണം. ആ കാരണം അനുസരിച്ച് അത് ചങ്ങനാശ്ശേരി NSS യൂണിയനെ ചങ്ങനാശ്ശേരി ജനറൽ സെക്രട്ടറി അറിയിക്കുകയും രജിസ്ട്രാറെ അറിയിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 11 പേര് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം രാജിവെച്ച പലരുടെയും ഭവനങ്ങളിൽ മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഗുണ്ടകളെ ഉൾപ്പെടുത്തി പല വീടുകളിൽ നിന്ന് പോയി 2 പേരുടെ കയ്യിൽ നിന്നും കൊടുത്ത രാജിക്കത്ത് പകരം രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി മേടിച്ചു. എങ്കിൽ പോലും ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് രജിസ്ട്രാർ നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടുകയും പുതിയ അഡ്കോ കമ്മിറ്റി ചാർജ് എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ 4 മണിയായപ്പോൾ പത്തനാപുരം താലൂക്ക് NSS യൂണിയന്റെ അഡ്കോ കമ്മിറ്റി ചാർജ് എടുത്തു. അതെ, ഉടനെ കൂടി അതിന്റെ കണക്കുകൾ ആദ്യം നിജപ്പെടുത്തിയതിനു ശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. കണ്ടാലല്ലേ ഉണ്ടല്ലോ. നമ്മള് അതിന്റെ രജിസ്ട്രാർ വിവരം അറിയിക്കും, അതിന്റെ ഒരു നിയമ നടപടികൾ സ്വീകരിക്കും. അതെ അതെ അതെ. പ്രതികരിച്ചെന്ന് പറഞ്ഞാല് ഗണേഷ് കുമാർ സാർ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനമാക്കി പറഞ്ഞത് ഇത് ആരുടെയും സ്വത്തല്ല, NSSന്റെ സ്വത്താണ്. അതെ, അദ്ദേഹം പറയുന്നത് നടന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടാക്കിയത്. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്നത്തോത്തിനാണ് ഈ കേരളത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റമുള്ള സ്വത്തെല്ലാം NSS ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ പിൻഗാമികളൊന്നും ഇത് അവകാശപ്പെടുത്തുന്നതല്ല. യൂണിയൻ എന്നെ സ്ഥാപിച്ച് വരുന്നവരുമില്ലല്ലോ. പറഞ്ഞതുപോലെ വർഷങ്ങളായി ബാലകൃഷ്ണ സാറിന്റെ 63 വർഷം പ്രസിഡന്റായിട്ടാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ NSS സ്ഥാപനം ഉണ്ടാക്കുന്നതും അതിന് സ്വന്തം നടത്തുന്നത് ഈ താലൂക്കിലെ എല്ലാ നായകരും അംഗീകരിച്ചു പോകുന്നതുമാണ്. അതൊന്നും ആർക്കും തർക്കമല്ല. പക്ഷേ മന്ത്രി പറയുന്നത് പോലെ ബാലകൃഷ്ണപിള്ള സാറിന്റെ സമ്പാദ്യം ഒന്നും ഇവിടെ ഇപ്പൊ ഈ ഞാനോട് ഇതിന്റെ കേട്ടത് ഒരു 10 വിറ്റാൽ പോലും അച്ഛൻ പൈസ താലൂക്കുകളിൽ കൊടുക്കുമായിരുന്നു. 1 രൂപയും മുടക്കിയിട്ടില്ല. 40 വർഷത്തെ കണക്കൂടെ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം മരിക്കുന്ന യൂണിയന്റെ NSS യൂണിയന്റെ പ്രസിഡന്റാണ്.
അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇവിടെ കോടിക്കണക്കിന് രൂപ NSSന് കൊടുത്ത് കാണുന്നുണ്ട്? ഒരു രൂപയുണ്ടോ? താലൂക്കുകളിനെ സംബന്ധിച്ച് വരവുണ്ടെങ്കിലും അഡ്വാൻസ് ഉണ്ടെങ്കിലും ഇവിടെ രേഖയുണ്ട്. ഇലക്ഷൻ അടുപ്പിച്ച് എന്തിന്റെ പോക്കാന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന് തന്നെ അറിയാൻ സ്വസ്ഥബുദ്ധി ഇല്ലാതെ രീതി അനുസരിച്ചല്ലേ പെരുമാറുന്നത്. ഈ ആരോപണങ്ങൾ ഉള്ളത് കൊണ്ട് ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇതൊക്കെ പരിഹരിച്ചതിന് ശേഷമേ ഞാൻ വരുന്നുള്ളൂ. അദ്ദേഹം പരിഹരിച്ചെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. എങ്കിലും സൂപ്പ് എടുത്തെങ്കിലും വന്ന് വിളക്ക് എത്തിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഈ ആരോപണം ഉള്ളത് കൊണ്ട് അദ്ദേഹം പരിഹരിച്ചു. ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ട 85-90 ലക്ഷം രൂപ വരെ പിരിച്ചു കരയോഗങ്ങളിൽ നിന്ന്. ആ പൈസ കിടപ്പന്റെ പിന്നെ പയ്യന്നൂർ എങ്ങോട്ട് ആരാണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ പോയി കണ്ടിട്ടില്ല. തിരിച്ച കാശ് ഏതോ ബാങ്കിലാ. അതെ 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 അതെ. പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് കഠിന അധ്വാനം ചെയ്തുണ്ടാക്കിയ പൈസയാണ്. അല്ലാതെ ബസിന്റെ പെയിന്റ് മേടിക്കാൻ കമ്മീഷൻ മേടിച്ചതൊന്നുമല്ല. മേടിച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നു, എനിക്കറിഞ്ഞൂടാ. ഞാൻ അതേ മന്ത്രി കഴിഞ്ഞിട്ട് ആ ഭവനത്തിലും പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിലും പോയിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിട്ടില്ല. അതിന്റെ വാസ്തവം ഇപ്പൊ ഒരു 30 ദിവസത്തേക്കും അറിയാമല്ലോ. അത് നമ്മളിപ്പോഴേ വാചാലരാവണ്ട. ആദ്യമേ അദ്ദേഹം പറഞ്ഞു എനിക്ക് നായർ വോട്ട് വേണ്ടെന്ന്. 2001 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞതാ. അത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ തീരുമാനിച്ചു. നാളെ ഇവരെ കൊടുത്തിട്ടില്ല. ഈ കോടിക്കണക്കിന് രൂപ എടുത്ത് എന്റെ അച്ഛനാന്ന് പറയുന്നല്ലോ, ആ അച്ഛന്റെ പേരിൽ ഒരു എൻഡോമെന്റ് പേര് ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂണിയനിൽ. അല്ല, ബാലകൃഷ്ണ സാറ് ജീവിച്ചിരുന്നപ്പോ കൊടുത്തിരുന്നു, ഇപ്പോഴില്ലല്ലോ. മാറ്റിയിട്ട് അത് ഉപേക്ഷിക്കും. പത്തനാപുരം പൊന്നൂരോട്ട് അല്ലെങ്കിലും മാറും. ഇന്നല്ലേ രണ്ട് താലൂക്കായപ്പോ തീർച്ചയായിട്ടും മാറണമല്ലോ. എതിർപ്പ് മുൻപൊന്നും ഇടയ്ക്കൊന്നും നമ്മളിങ്ങനെ ഈ കമ്മിറ്റിയിലൊന്നും ഇപ്പോഴാ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്തതിനുള്ള വിഷയമാണ് NSSമായിട്ടുള്ള ഈ ഒരു ചർച്ചയെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുള്ള വലിയ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. NSS നോക്കി നടത്താൻ ജനറൽ സെക്രട്ടറിക്കും രജിസ്ട്രാർക്കും അവിടെ ഡയറക്ടറോടും ഒക്കെ ഉണ്ട്. അവർ തീരുമാനിച്ചു. രജിസ്ട്രാർക്ക് രാഷ്ട്രീയമുള്ള ആളല്ല, ജനറൽ സെക്രട്ടറിക്കും ഇല്ല. അവരുടെ മുമ്പിൽ നിയമപ്രകാരം സത്യസന്ധമായി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ രാജിക്കത്ത് കൊടുത്തതൊക്കെ പോലും ഒരാഴ്ച വരെ കാത്തിരുന്ന് ഇയാളെ ശുപാർശ ചെയ്ത് കൊണ്ടുവരണം. അതിനിടയ്ക്ക് പിന്നെ വീട്ടിൽ പെണ്ണുങ്ങളെ കയറ്റാനും പിന്നെ പിങ്കി പോലീസുകാരെ കൊണ്ടുവരാനും ഒക്കെ ഇല്ലേ ജോലിയുള്ളൂ. അല്ല, ഇതുപോലെ നോക്കാൻ ജോലിയുള്ളൂ. അതിനടിസ്ഥാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഇനി അടിസ്ഥാനം വരും. അടുത്തത് വരുമ്പോ അതെ അതെ ശരിയാണ്, ശരിയാ. കമ്മിറ്റി ഇന്ത്യ വേണുവിനുണ്ടായ അനുഭവമാണ് ഉണ്ടാകുന്നത്. അടി പിന്നെന്താ, അങ്ങനെയൊന്നും പേടിയും ഭയമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ പോവും, ഒരു കുഴപ്പമില്ല. അതങ്ങനെ പെട്ടെന്ന് തന്നെ അതിന് അടുത്ത സ്റ്റെപ്പ് നോക്കി. 6 മാസം. അത് പിന്നെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നല്ലൊരു ടൈപ്പിൽ വന്നതാണ്.
അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യം, കാരണം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കമ്മിറ്റിക്ക് അന്ന് ഉണ്ടായ ഒരു കാര്യം പ്രധാനമായിട്ട് അദ്ദേഹം കമ്മിറ്റി വിളിച്ച 10 മണി എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്, MLA ആണ്, തിരക്കുകളുള്ള ആളാണ്. അത് ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ ആ ആദരവും ബഹുമാനവും അംഗീകാരവും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാവരും, യൂണിയൻ സെക്രട്ടറി അടക്കം, വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സാർ, ഈ പറഞ്ഞ തങ്കമ്പുള്ള ചേട്ടൻ അടക്കം ഞങ്ങൾ മുഴുവനും മുൻ ഭരണസമിതിയിലുള്ള ആളുകളെ ഞങ്ങൾ 2 പേര് വിട്ടിട്ടുണ്ടാകും. ഞങ്ങൾ 3ാമത്തെ തവണയാണ് ഞാൻ ഈ ഭരണസമിതി വരുന്നത്. അപ്പോൾ അദ്ദേഹം 10 മണിക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വനിതാ കൂട്ടായ്മ അല്ലെങ്കിൽ വനിതാ സമാജത്തിൻ്റെ യോഗങ്ങൾ, അവർക്ക് ലോണുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിക്കുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ, കാരണം ഈ രാവിലെ 10 മണിക്ക് വനിതകളെ എല്ലാവരും വിളിച്ച് ബാങ്കുകാരെല്ലാം വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് വൈകിയാണ് വന്നത്. അദ്ദേഹം വാളകത്ത് വീട്ടിലുണ്ട്, അവിടെ തിരക്കാണ്, ആളുകൾ കാണാൻ വരുന്നു എന്ന് പറയും. അപ്പോൾ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഒരു രീതി അനുസരിച്ച് അന്ന് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഭരണസമിതിയിലിരുന്ന ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹം 10 മണിക്ക് യൂണിയൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 9:30 അദ്ദേഹം യൂണിയൻ ഓഫീസിൽ വരും. ബാക്കി ആര് അവിടെ കാണാൻ നിൽപ്പുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും NSSന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. മന്നത്താചാര്യൻ്റെ അതേ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ആദരണീയനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറ് NSS ഏത് രീതിയിൽ പോകണം എന്ന് ചിന്തിക്കുന്നത് മന്നത്താചാര്യൻ്റെ ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും സമുദായത്തിനോടൊപ്പം നിൽക്കുന്നതാണ്. ഞങ്ങൾ അതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവരാണ് ഈ NSS യൂണിയനിലുള്ളത്. ഞങ്ങളെല്ലാവരും NSSന് വേണ്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കരയോഗങ്ങളിലും രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുന്നത്. ഞങ്ങളെല്ലാം ഞങ്ങളുടേതായ മേഖലകളിൽ കരയോഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളിലെ കരയോഗങ്ങളിലൊക്കെ പോകുമ്പോഴും അവരോട് ഞങ്ങൾ പറയുന്നത് കരയോഗങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം നമ്മുടെ കരയോഗ മന്ദിരത്തിന് വെളിയിലായിരിക്കണം. അത് മന്നത്താചാര്യൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സമുദായത്തിനൊപ്പം. NSSൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് യൂണിയൻ കമ്മിറ്റി വിളിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം എന്നും താമസിച്ചു വരും. അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യം, അതാണ് ഞാൻ സംസാരിക്കാൻ ഇടയായത്. അദ്ദേഹം പറഞ്ഞത് 2-3 മണിക്കൂർ അദ്ദേഹം പല കമ്മിറ്റിയിൽ ഇവിടെ വന്നിരുന്ന് ബാക്കി ആളുകൾ താമസിച്ചു വന്നു. അങ്ങനെ ഒരു സംഭവം ഈ യൂണിയനിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ദിവസം ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട്, 10 മണിക്ക് കമ്മിറ്റി വിളിച്ചാൽ നിങ്ങൾ 10 മണിക്ക് കൂടണം. വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റിന് തിരക്കുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം മന്ത്രിയാണ്, MLA ആണ്, അദ്ദേഹത്തിന് തിരക്ക് കാണും. പക്ഷേ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ആ വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ കമ്മിറ്റി കൂടണമെന്ന് യൂണിയൻ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ അന്ന് 28-ാം തീയതി ശനിയാഴ്ച 11 മണിക്ക് ആ കമ്മിറ്റി വിളിച്ചിരുന്നു. 11 മണിക്ക് എല്ലാ ആളുകളും 10 മണിക്ക് തന്നെ അവിടെ എത്തിച്ചാവും. 12:35 ആയപ്പോഴും യൂണിയൻ പ്രസിഡന്റ് എത്തിയിട്ടില്ല. അദ്ദേഹം പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറിയെ യൂണിയൻ സെക്രട്ടറി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുൻകൂട്ടി ഞാൻ അത് അറിയിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയെ കമ്മിറ്റി കൂടാം, എത്രയും പെട്ടെന്ന് കമ്മിറ്റി കൂടാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയെ കമ്മിറ്റി കൂടി 1:35 ആയപ്പോഴാണ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു. കമ്മിറ്റി നടന്നുകൊണ്ടിരുന്നപ്പോൾ 1:35 ആയപ്പോഴാണ് യൂണിയൻ പ്രസിഡന്റ് കയറി വരുന്നത്. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അദ്ദേഹം കയറി വരുന്നത്. അപ്പോൾ അതിവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിന് വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. വൈസ് പ്രസിഡന്റിനെ, യൂണിയൻ സെക്രട്ടറി ഒക്കെ അസഭ്യം പറയുന്ന പറ്റിയിട്ട് ഞങ്ങളൊരിക്കലും അദ്ദേഹത്തിന് ഞങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യൂണിയൻ പ്രസിഡന്റാണ്. ആ ഒരു ബഹുമാനം ആദരവും ഞങ്ങൾക്കുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളാരും അദ്ദേഹത്തെ എതിർപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുന്ന ആളുകളല്ല. പക്ഷെ എതിരായി പറയുവാനൊരു അവസ്ഥയുണ്ടായത് NSSന്റെ യൂണിയൻ കമ്മിറ്റിയിൽ അത് പെരുമാറാൻ പാടില്ലാത്ത തരത്തിലേക്ക് യൂണിയൻ പ്രസിഡന്റ് പെരുമാറി. അത് 2 വനിതകൾ ഉൾപ്പെടെ ഇരിക്കുന്ന കമ്മിറ്റി. അപ്പോൾ യൂണിയൻ സെക്രട്ടറിയെ വളരെ മോശമായി അധിക്ഷേപിച്ചു, അദ്ദേഹത്തെ വകവരുത്തി കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ NSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ സമുദായത്തിനോട് സ്നേഹമുള്ള ഞങ്ങളെല്ലാം ഇപ്പം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ പത്മകവിയും പ്രതിമയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഞങ്ങളുടെ കരയോഗങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ കരയോഗങ്ങൾ ഞങ്ങളോട് ചോദിക്കും, അതായത് മേഖലയിലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അത് യൂണിയൻ കമ്മിറ്റിയിലാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. പത്മകവിയായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളിലും അത് ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നോക്കിയാൽ അറിയാം, ആ പത്മകവിയിൽ അവിടെ ചെന്ന് നോക്കിയാൽ ഇതിന് NSSന്റെ ഒരു സ്ഥാപനമാണ്. അതിനകത്ത് മുൻതൂക്കം കൊടുക്കേണ്ടത് മന്നത്താചാര്യൻ, അതുപോലെ 10-68 വർഷക്കാലം ഈ യൂണിയനെ സേവിച്ച ബാലകൃഷ്ണപിള്ള സാറ്, അവരുടെ 2 പേരുടെയും വലിയ ഫോട്ടോ അവിടെ വെക്കാൻ വേണ്ടി യൂണിയൻ സെക്രട്ടറി തയ്യാറാക്കി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം നിന്ന ആളുകളും പറഞ്ഞത്, ഈ ഫോട്ടോ ഇവിടെ വേണ്ട, ഇത് ഷോ വരത്തില്ലായിരുന്നു. അപ്പോൾ യൂണിയൻ സെക്രട്ടറി നമ്മുടെ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു, ഈ 2 ഫോട്ടോ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഷോ, ഞങ്ങളുടെ സമുദായ ആചാര്യന്റെ ഫോട്ടോ, അതുപോലെ ബാലകൃഷ്ണപിള്ള സാറ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാലകൃഷ്ണപിള്ള സാറിന്റെ ഫോട്ടോ വേണം.
അപ്പോൾ അത് അവർ കളഞ്ഞുകൊണ്ട് ചെറിയ 2 ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നോക്കിയാൽ അറിയാം. അത് ഞങ്ങൾക്കൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബാലകൃഷ്ണ സാർ ഈ ഇവിടെ ചെയ്ത സേവനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ തങ്കമണിച്ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു, മുൻ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു. നമ്മുടെ ഭാരതകേസരി മന്നത്താചാര്യൻ, അദ്ദേഹം ഈ കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ കന്യാകുമാരി വരെ നടന്ന് ഭിക്ഷ യാചിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ അച്ഛനും ഈ NSSന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവന, NSS ഫയർ സർവീസ് സൊസൈറ്റി പെരുന്നയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള സ്വത്തുക്കൾ 10 വകകൾ ആ മന്നത്താചാര്യൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ കീഴൂട്ട് വീട്ടിൽ ഈ പറയുന്ന നമ്മുടെ ബഹുമാന്യൻ ആദരണീയനായ ബാലകൃഷ്ണ സാറിന്റെ അച്ഛൻ രാമൻ നായർ എന്ന് പറയുന്ന വ്യക്തിയോ ബാലകൃഷ്ണ സാറോ ഈ പറയുന്ന ഗണേഷ് കുമാർ സാറോ ഒന്നും ഒരു നയാ പൈസ NSS ഹെഡ് ഓഫീസിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ആ പുസ്തകങ്ങളിൽ ഒന്നുമില്ല. ഞങ്ങളൊക്കെ മന്നത്താചാര്യന്റെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ ആദരണീയനായ നമ്മുടെ ബഹുമാന്യനായ ഇന്നത്തെ ജനറൽ സെക്രട്ടറിയുടെ അച്ഛനെ കുറിച്ചും അച്ഛന്റെ ആ കുടുംബത്തെ കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട് മന്നത്താചാര്യൻ. അളവറ്റ സ്വത്തുക്കൾ അല്ലെങ്കിൽ അളവറ്റ പൈസ സമ്പത്ത് ഈ NSSന് വേണ്ടി സഹായം ദാനം നൽകിയ ആളുകളാണ് സുകുമാരൻ നായർ സാറിന്റെ വീട്ടുകാരെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ രീതിയിലാണ് ഇപ്പോഴും അതിനകത്തൊരു നയാ പൈസ. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും ട്രോളുകളും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളൊരു ദൈവതുല്യനായി അദ്ദേഹത്തെ കാണുന്ന ആളുകളാണ്. രാവിലെ പ്പെട്ട് യൂണിയൻ പ്രസിഡന്റിന്റെ താല്പര്യമുള്ള ആളുകളെ നോക്കി കോൺട്രാക്ട് കൊടുക്കുകയും അതിന്റെ കണക്കുകൾ യാതൊന്നും തന്നെ യൂണിയൻ കമ്മിറ്റിക്ക് അറിയാനോ ചോദിക്കാനോ പാടില്ലാത്ത രീതി അനുസരിച്ച് അദ്ദേഹം തന്നിഷ്ടമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് ഈ പത്മ കഫയെ കുറിച്ചുള്ള സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണം. സ്വത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 കോടി രൂപ ചിലവാണ് പത്മ കഫയ്ക്ക് ചെലവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു കോടി രൂപ എടുത്ത് പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി കരയോഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ആരുടെ പിരിവെടുക്കാതെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്താണ് ഇതിനകത്ത് മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയാ 1974 ഞാൻ പത്തനാപുരം താലൂക്ക് NSS യൂണിയന്റെ ഭരണസമിതിയിലുണ്ട്. അന്ന് ബഹുമാന്യ R ബാലകൃഷ്ണ സാറായിരുന്നു പ്രസിഡന്റ്. അന്ന് മുതൽ 2020-21 കാലയളവിൽ അദ്ദേഹം മരണപ്പെടുന്ന കാലം വരെ അമിതമായി പത്തനാപുരം താലൂക്ക് യൂണിയൻ പൈസകൾ ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഈ യൂണിയന്റെ വളർച്ചയ്ക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അല്ല, സാമ്പത്തികമായ രീതി അനുസരിച്ച് യൂണിയനൊന്നുമില്ല. ഈ സമുദായത്തിലെ ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ രക്തം ചിന്തിയ കാശുകൾ കൊണ്ടാണ് ഈ കാണുന്ന സൗധങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം വന്നപ്പോൾ വേറെ ഒരു വാടക കെട്ടിടത്തിലെ മുറിയിലാണ് ഈ NSS യൂണിയൻ ഓഫീസ് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനെനിക്കൊരു ഉദാഹരണം പറയാനുണ്ട്. ഞാൻ 1972 എളമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി. ഞാൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഇരിക്കാൻ കസേര പോലുമില്ല. ആ സ്ഥലത്ത് ഇന്ന് 2026 എയർ കണ്ടീഷൻ ചെയ്ത റൂം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു. അത് എൻ്റെ മക്കൾക്കോ എനിക്കോ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ യൂണിയൻ പ്രസിഡന്റ് പറയുന്നത് എൻ്റെ അച്ഛൻ 64 വർഷത്തെ സേവനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് ഇത് പറയുന്നത്. 64 കൊല്ലം കൊണ്ട് അച്ഛൻ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, മകനായ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് കൂടെ വ്യക്തമാക്കിയാൽ കൊള്ളാം. ഒരു ചില്ലിക്കാശിന്റെ പൈസ പോലും ഈ യൂണിയൻ ഓഫീസിൽ ചെലവാക്കിയിട്ടില്ല. ഇവിടുത്തെ പൈസ എടുത്ത് അനുദിനമായി ചെലവഴിച്ചിട്ടേ ഉള്ളൂ. ഇദ്ദേഹത്തിന് പറയുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് ഇപ്പൊ ഇതിനകത്തുണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വേണുവിനെ മർദ്ദിച്ചതിനെതിരെ ചോദ്യം ചെയ്തപ്പോൾ അത് പോലീസ് കേസായി. പോലീസ് കേസായപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടികൊണ്ട വേണുവും അടിച്ച വിഷ്ണുവും കേരള കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ തീർത്തോളാം അവിടെ. പക്ഷെ വേണു കേസിന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടായി ആലോചിച്ചു. ഇന്ന് വേണുവിനാണെങ്കിൽ നാളെ എനിക്ക്, മറ്റന്നാൾ രാധാകൃഷ്ണൻ സാറിന്, അതിനടുത്ത ദിവസം പ്രകാശന്, ഇങ്ങനെ പല ആൾക്കാർക്ക് ഈ അബദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇയാളുമായിട്ട് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ 11 പേര് പോയി
രജിസ്ട്രാറെ കണ്ട് നേരിട്ട് രാജിവെച്ചത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ളൊരു ഫംഗ്ഷൻ പറഞ്ഞത് ബാലകൃഷ്ണൻ സാറിന്റെ കാല് തട്ടി എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി കൂടെ നടന്നു എല്ലാം സുഖങ്ങളും അനുഭവിച്ച ശേഷം ഗണേഷ് കുമാർ സാറിനെ വഞ്ചിച്ചു. ഗണേഷ് കുമാർ സാറിനെ വഞ്ചിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 2 വർഷമായി ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ കൈവശം ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കട്ടെ, കൊടുത്ത ഡേറ്റ് ഉൾപ്പെടെ കറക്റ്റായിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പത്രസമ്മേളനത്തിൽ വെച്ച് പറയാം. ഒന്നും രണ്ടുമല്ല, കോടികൾ, ഒരുപാട് കോടികളാണ് കൊടുത്തത്. അതിനനുസരിച്ച് ഇൻകം ടാക്സിന്റെ കേസ് വരെ നടക്കുകയാണ് ബാങ്കിൽ. ബാലകൃഷ്ണ സാറിന്റെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 3 മക്കളാണുള്ളത്. അവരുടെ 3 പേരുടെ കാര്യത്തിനകത്ത് ബാലകൃഷ്ണ സാർ ഇടപെട്ടിട്ടില്ല. എനിക്ക് ഉദ്യോഗം മേടിച്ചു തന്നിട്ടില്ല, ശുപാർശയും ചെയ്തു തന്നിട്ടില്ല, പിന്നെ എനിക്കും ഒന്നും തന്നിട്ടില്ല. പിന്നെ എന്നെ ഞാനാക്കി ആ ബാലകൃഷ്ണ സാറിന്റെ കൂടെ നടന്നുകൊണ്ട് ഒരു പേരും അഡ്രസ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു കട്ടൻ ചായ പോലും അദ്ദേഹത്തിൽ നിന്ന് കുടിക്കാൻ വെച്ചിട്ടില്ല. അദ്ദേഹം മേടിച്ച് കുടിക്കുകയില്ല, അദ്ദേഹം കുടിക്കുകയില്ല. അതുപോലെ തന്നെ മോനും കോർപ്പറേറ്റീവ് ബാങ്കില് പണം നിക്ഷേപിക്കാത്തതിന്റെ ഒരു ദേഷ്യമാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ നിക്ഷേപിക്കേണ്ടെന്ന് ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല, ഒരു നേതൃത്വവും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എടുത്തുകൊണ്ട് പോയതിന്റെ ദേഷ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവര് പൈസ എടുത്തെങ്കിലും ഇപ്പോഴും നല്ല രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്നു ബാങ്ക്. ഇപ്പോഴും ഈ സംസാരിക്കുന്ന നിമിഷം പോലും യാതൊരു മായവുമില്ലാത്ത രീതി അനുസരിച്ച്, നല്ല രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. 10-25,000 അംഗങ്ങളും 200 കോടിയോളം രൂപ നിക്ഷേപവും 100-125 കോടി രൂപ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങുള്ള ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നു. അതിനകത്ത് NSS യൂണിയന്റെ പൈസയും കുറച്ച് കിടപ്പുണ്ട്. ഈ പത്മ കഫയെ ബന്ധപ്പെട്ടെ നിലവിൽ ഓൾറെഡി ഇവിടെ NSS ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ. ഈ ബിൽഡിങ്ങിനകത്ത് നടത്തിയ ബാക്കി ക്രമീകരണങ്ങൾക്ക് ആണോ ഈ 4 കോടി രൂപ? 4.5 കോടി രൂപ, 4.5 കോടി രൂപ ചിലവാക്കിയത്. ഇതിന് സംശയമുള്ളതാണോ നിലവിലത്തെ ഭരണമന്ത്രി ചോദിച്ചത്? അതെ 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 അതാണ് കണ്ടിട്ടുള്ളത്. അതെ അതെ അത് വിശദീകരിക്കും. അതായത് പട്ന കഫേ തുടങ്ങണമെന്ന് NSSന്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ അതിനുള്ള ആസൂത്രണം ചെയ്യാൻ യൂണിയൻ കമ്മിറ്റി ആലോചന വെച്ചു. അദ്ദേഹം അതെല്ലാം ഏറ്റു. അദ്ദേഹത്തിന്റെ ഒരു PA ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ വന്നാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്യിച്ചത്. കമ്മിറ്റിക്ക് യാതൊരു അവകാശവുമില്ല. സെക്രട്ടറി ചെക്ക് കൊണ്ട് കൊടുത്തോണം, ഒപ്പിട്ട് കൊടുത്തോണം. അതിനപ്പുറത്തോട്ട് ചോദിക്കാൻ പാടില്ല. സെക്രട്ടറി ചോദിക്കാൻ പാടില്ല, ഭരണസമിതി അംഗങ്ങൾ ചോദിക്കാൻ പാടില്ല. അഴിമതി ഉണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് സംശയം തോന്നിയത്? കാര്യം ഇത്രയും വലിയൊരു പണിയില് ഇത്രയും രൂപ ചെലവായി എന്ന് പറഞ്ഞപ്പോൾ അഴിമതിയാണെന്ന് തോന്നി. മറ്റ് പല സ്ഥലങ്ങളിലും ഈ പട്ന കഫേ നടത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മുതൽ ഇങ്ങോട്ട് പലയിടത്തും ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊന്നുമില്ല. ചങ്ങനാശ്ശേരി പട്ന കഫേ നടത്തുന്നതിന് 1.5 കോടി രൂപ ചെലവായിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ കൊട്ടാരക്കരയിൽ നടത്തിയപ്പോൾ അവിടെ 1 കോടി രൂപ താഴെ ആയിട്ടുള്ളൂ. പുനലൂരിൽ മാത്രം 4 കോടി പുറത്തായി കെട്ടിടം ഉണ്ടാക്കിയിട്ടും. പുനലൂര് മാത്രമല്ലായിരുന്നു, സൗകര്യങ്ങൾ ഒരടിച്ചാലും ഒരുക്കിയില്ല. അതെല്ലാം നേരത്തെ ഉള്ളത് എന്നാ. കെട്ടിടം വെട്ടി മുറിച്ചു. മത്രാട് താലൂക്കിലെ നായന്മാർക്ക് ഇരുന്ന് പൊതുവെ കൂടേണ്ട സ്ഥലം വെട്ടി കീറി പല കഷണമാക്കി വെച്ചു. അത്രയും ഒരു ഉപകാരം ചെയ്തു. ഇപ്പൊ പൊതുവെ കൂടണമെങ്കിൽ എവിടെയെങ്കിലും മറ്റ് ആളുകൾ അന്വേഷിച്ച് പോകേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഡെക്കറേഷന് മാത്രമാണ് ഈ 3.5 കോടി ചിലവായത്. കെട്ടിടം ഉണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുള്ള. എന്നാൽ ഈ ഇതിന്റെ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഈ പൈസ ചെലവാക്കിയിട്ടുള്ളത്. ഈ പട്ന കഫേയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തുന്ന ഏത് മേഖലയിലാണ്? ഈ സാധനങ്ങൾ ഈ നിർമ്മാണത്തിലാണോ, അല്ലെങ്കിൽ വെർട്ടിഫിക്കേഷൻ അതുപോലെയുള്ള സാധനങ്ങളിലാണോ, അതിന്റെ പർച്ചേസിംഗിലാണോ ഈ അഴിമതി നടന്നത്? പർച്ചേസിംഗിന്റെ പേരിലാണ്. 1. 2, ബാലകൃഷ്ണപിള്ള സാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്, വിശിഷ്യ എന്നോട്, ഇവനെ ഇതിനകത്ത് കയറ്റരുത്, ഇവനിത് നശിപ്പിച്ചേ പോകുമെന്ന്. ആ രീതി അനുസരിച്ച് തന്നെ ഇപ്പൊ പത്രാവൂർ താലൂക്കിലെ നായന്മാർക്ക് അനുഭവം മനസ്സിലായി. നിലവിലെ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? നിലവിലെ കമ്മിറ്റിയില് 19 പേരുണ്ടായിരുന്നു. ആ 19 പേരെ പിരിച്ചു വിട്ടു. അത് കഴിഞ്ഞ് അടുത്ത കമ്മിറ്റി 13 പേരെ എടുത്തു. ആരൊക്കെയാണെന്ന് ചോദിച്ചാല്
പിന്നെ ഒരു ആരോപണവും വന്നിരിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടാണ്. ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കളിയാണ് എന്ന് പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നു? ഇല്ല. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഗണേഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ് ഇപ്പോഴും. ഞാൻ രാജിവെച്ചിട്ടില്ല, എന്നെ പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും ഞാൻ കോൺഗ്രസ് പാർട്ടിയായിട്ട് എനിക്കൊരു ബന്ധമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഇപ്പൊ നിൽക്കുന്നു. എന്നെ വേണ്ടാന്ന് നോക്കിയ സമയത്ത് ഞാനും വേണ്ടാന്ന് നോക്കും. പക്ഷേ അനീതിക്ക് കൂട്ടുവയ്ക്കാൻ നിൽക്കുകയില്ല. രാഷ്ട്രീയ ബന്ധമില്ലെന്നാ പറയുന്നത്. രാഷ്ട്രീയമല്ല. ഇല്ല. NSSന്റെ പ്രവർത്തനങ്ങളിൽ KV ഗണേഷ് കുമാർ അഴിമതിക്കാരനാണ് എന്നാണ് പറയുന്നത്. 100%. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കോടിക്കണക്കിന് രൂപ ഗണേഷ് കുമാറിന്റെ കൈ കൊടുക്കുകയാണ്. അത് എന്ത് പർപ്പസാണ്? പർപ്പസാനത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് കിട്ടുന്ന പൈസയാണ്. മറ്റു മക്കൾ വന്ന് ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ കൊടുക്കാതെ ഗണേഷ് കുമാറിന്റെ കൈ തന്നെ കൊടുത്തു. 3 കോടി രൂപ 3 കോടിയൊന്നും അല്ല. അത് ഇത് പത്മ കഫയുടെ ഈ 3 പറയുന്നത് 3.5 കോടി. അത് മാധ്യമങ്ങളുടെ ഇടയിൽ ഒക്കത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്നെ ഏൽപ്പിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട് കൊടുക്കേണ്ടി വന്നു. നമ്മൾ സത്യസന്ധത കാണിച്ചു. അതുകൊണ്ട് ഞങ്ങളെ ഇൻകം ടാക്സിലും പ്രതിയാക്കി. എന്തോ വിരോധിക്കുക വിരോധമാണെന്ന് ചോദിച്ചാൽ താലൂക്കിന് സെക്രട്ടറി ഭയന്ന് മാറിപ്പോയതാ പാവം. ഒരു മന്ത്രി കയറി വരുന്ന കൂടെ പോലീസുകാരുണ്ട്, മറ്റേ മോനെന്നും പറഞ്ഞുകൊണ്ട് കയറി വന്നാലും ചെയ്യും. അന്നാ ഇദ്ദേഹത്തിന് ഒരുത്തിന് അടിച്ചതും. ഈ മന്ത്രി എന്നുള്ള ഒരു ലേബല് സമുദായ അതിന്റെ ഏണിയാ അത്. പല കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. ശരിയാ. ആലോചിക്കത്തില്ല, യാതൊരു കാര്യങ്ങളും ആരും ആലോചിക്കില്ല. സ്വന്തം നില ചെയ്യും, മറ്റുള്ളവർ ഓച്ചാനി ചെയ്യുന്ന കേട്ട് ചെയ്തോളാം. പറഞ്ഞാല് അടി കിട്ടും. ആളിനെ കൊണ്ട് അടുപ്പിക്കും. സമുദായത്തെ കുറിച്ചാണ്. സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റാണ് ആ സമുദായത്തിലുള്ള അംഗങ്ങളെ ഉപദ്രവിക്കുന്നത്. യൂണിയൻ ഭരണസമിതി അംഗമാ. ഗണേഷ് കുമാർ യൂണിയന്റെ പ്രസിഡന്റാ. രണ്ടുപേരും ഒരു സമുദായമാണല്ലോ. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിക്ക് പറഞ്ഞത് എന്നിലൊരു MLA ഉണ്ട്, എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടായി ഉണ്ടാകുന്നു നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്നൊരു ഗുണ്ടായി ഉണ്ടെന്ന് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് കമ്മിറ്റിയിൽ, ഞങ്ങളിരിക്കുന്ന കമ്മിറ്റി പറഞ്ഞതാ. പ്രതികരിക്കുന്ന വെച്ചാൽ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രതികരിക്കാനൊക്കും? അവിടെ പോലീസുകാരനും പട്ടാളമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വല്ലതും ചെയ്യാനൊക്കും? അങ്ങനെ പ്രതികരിച്ചതാണ് ഞങ്ങൾ ഈ താലൂക്ക് യൂണിയന് രാജിവെച്ച് പുറത്തു പോയത്. രാഷ്ട്രീയ സ്വാധീനമല്ല, അദ്ദേഹത്തിന്റെ ഈ ധിക്കാരമാണ്, സ്വേച്ഛാധിപരമായ പെരുമാറ്റം. ഇത്തരത്തിലുള്ള നിലപാട് എപ്പോഴെങ്കിലും മാർഗദർശക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്? 50-53 വർഷത്തിനിടയ്ക്ക് ഉച്ചി പോകുന്ന ഒരാളിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കമ്മിറ്റിയിലും കേട്ടിട്ടില്ല, പുറത്തും കേട്ടിട്ടില്ല. ബാലകൃഷ്ണ സാർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിയൻ സെക്രട്ടറി എന്തുകൂടെ ചെയ്യേണ്ടി ഇന്നത് ചെയ്യണം എന്നാണ് ചോദിച്ചു ചെക്ക് കൊണ്ടുവന്നാൽ ഒപ്പിട്ട് കൊടുക്കുന്ന ജോലി അല്ലാതെ അത് ചെയ്തോ ഇല്ലയോ നോക്കുന്ന പരിപാടി പോലും ഇല്ല. എപ്പോഴും പരസ്പരം അത് ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ്. ബാലകൃഷ്ണ മരിക്കുന്നത് വരെ വേറെ ഒരു ബാങ്കിലും അക്കൗണ്ടില്ല. നാഷണലൈസ് ബാങ്ക് മാത്രമേ ഉള്ളൂ അക്കൗണ്ട്. കാര്യം അത് പല ട്രാൻസാക്ഷനും നടത്തേണ്ടിയിട്ട്. ബാക്കി എല്ലാ പൈസകളും അവിടെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അവിടെ പൈസ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടു കൊടുക്കും. ഇവിടെ പൈസ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. ഇതുവരെ ഒരു പൈസയ്ക്ക് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല.
ഗുണ്ടയുമാണെന്ന് ഒരുപക്ഷെ ഇപ്പൊ ഈ പത്രങ്ങളിലോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു ആക്രമണം ഭയക്കുന്നു. ആക്രമണം ഭയമില്ല, എങ്കിൽ ഉണ്ടായാൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കും? അത്തരത്തിലുള്ള ഗുണ്ടകള് ഒരു നാളാണ്. അതെ 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 അത്രത്തോളം ഗുണ്ടകളെ ഉണ്ടായിരുന്നില്ലെന്ന് 4 പേര് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന കഥ അറിയാവുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളല്ലയോ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ചു നിർത്തിയത്. എനിക്ക് പറഞ്ഞൊരു കാര്യം ചോദിച്ചാൽ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചൊരു ആരോപണം എന്നോട് ഉന്നയിച്ചു. അതാ ജനങ്ങളൊക്കെ കേട്ടത് ഉന്നയിച്ച ഒരാളുടെ ഇരിപ്പുണ്ട്. അങ്ങനല്ല, നിങ്ങൾ രണ്ടുപേർക്കും മഹാദേവ ക്ഷേത്രം NSSന്റെ ആക്കി മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടായിരുന്നു. അത് എതിർത്തതാണ് ഇത്രയും പ്രശ്നത്തിന് കാരണമാണ് എന്ന് പറഞ്ഞു. അങ്ങനല്ല, അകവൂർ മനക്കൽ നിന്ന് NSS യൂണിയന്റെ പേർക്ക് ഈ വസ്തു എഴുതി മേടിക്കുന്നത് ഞാനോട് ഉൾപ്പെട്ടാണ്. ഞാനിവിടെ പോയി നിന്നാണ് അവിടുന്ന് ആലുവയില് അകവൂർ മനയിൽ നിന്ന് പോയി NSS യൂണിയന്റെ പേർക്ക് മേടിക്കുന്നത്. മേടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവർക്ക് തോന്നി, അവരുമായിട്ട് കേസുണ്ടായി. ബാലകൃഷ്ണപിള്ള സാറുമായിട്ട് കേസ് ഇങ്ങനെ നടന്ന് മധ്യസ്ഥ തീർന്നു. മധ്യസ്ഥ തീർന്നെന്ന് പറഞ്ഞാൽ പൈസ ചെലവഴിക്കുമ്പോൾ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് NSS ആണ്. നിങ്ങൾക്ക് ഇപ്പൊ പൈസ ചെലവാക്കിയിട്ട് നാളെ പൈസ വേണമെന്നുണ്ടെങ്കിൽ ആ കണക്ക് കൊണ്ട് എന്നെങ്കിൽ അടുത്ത് ചെക്കപ്പെട്ടു കൊടുക്കും. അങ്ങനെ വന്നപ്പോൾ അവർക്ക് അത് ഒക്കാതെ വന്നു, കേസായി. അങ്ങനെ വന്ന് ഇദ്ദേഹം യൂണിയന്റെ പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനോട് യൂണിയൻ കമ്മിറ്റി എല്ലാവരും കൂടെ പറഞ്ഞു, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അത് തീരുമെന്ന്. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ അത് തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. 50% മറ്റു മാസ്റ്റർക്കും 50% നായന്മാർക്കും എന്നുള്ള രീതി അനുസരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കി. പക്ഷെ തീരുമാനം ഉണ്ടാക്കിയപ്പോൾ അവിടെ ഇളമ്പൽ പ്രദേശത്ത് 4 കരയോഗങ്ങളുണ്ട്, രജിസ്റ്റേർഡ് കരയോഗങ്ങൾ. ഈ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടത് അവരോട് ആരോടെ ആലോചിച്ചില്ല. ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ കരയോഗക്കാർ 4 പേരും കൂടെ അതിന്റെ ഭാരവാഹികൾ രജിസ്ട്രാറെ കണ്ട് പരാതി കൊടുത്തു. രജിസ്ട്രാർ ഉടൻ തന്നെ സെക്രട്ടറിക്ക് ആക്ഷൻ കൊടുത്തു. അങ്ങനെ യൂണിയന് NSSന്റെ വസ്തുക്കൾ വിൽക്കാനും മേടിക്കാനും ഒന്നും അവകാശമില്ല. അതുകൊണ്ട് അവിടുത്തെ കരയോഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്തോണമെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങ് വേറെ വിഷയമൊന്നുമില്ല. അതിപ്പോ ഈ ഇഷ്യൂ ഞാൻ NSSനാക്കുന്നവനാണെങ്കിൽ ഇപ്പൊ ഞാൻ 5 ലക്ഷം രൂപ ചെലവാക്കി അവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഈ ഉത്സവം പ്രമാണിച്ച് 5 ലക്ഷം രൂപ ചെലവാക്കി. എനിക്ക് ക്ഷത്രിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ പോകേണ്ട കാര്യമുണ്ടോ? ആ അല്ല, CPM നേതാവ് പറഞ്ഞത് ഞാൻ കൊടുത്തോളാണെന്നില്ല. പണ്ട് ഞാനെന്ന് കൊടുത്ത ആ 3 കൊല്ലം ശബ്ദിച്ചില്ല. പിന്നെ ശബ്ദിച്ചിട്ടില്ല. അതൊക്കെ എനിക്കൊരു അതിനുള്ള പണികൾ എന്തെങ്കിലും ഉണ്ട്. ഞാനും അതാണല്ലോ ഊഹിക്കുന്നത്. അങ്ങനെയൊന്നും മാർക്സിസ്റ്റും RSS ഒന്നും കാണിച്ച് ഭയപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. 25 വർഷമായിട്ട് പൊതുയോഗം കൂടാതെ തെരഞ്ഞെടുപ്പ് നടത്താതെ കൊണ്ടുനടക്കുകയാണ്. അണ്ട് അവിടുത്തെ കരയോഗത്തിന്റെ സെക്രട്ടറിയാണ്. അവരൊക്കെ പരാതി കൊടുത്തവരാ. 25 വർഷമായിട്ട് പൊതുയോഗം കൂടാതെ തെരഞ്ഞെടുപ്പ് നടത്താതെ പരമയോഗം സ്വീകരിക്കാതെ ക്ഷേത്രഭരണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് ഉറക്കം വരാത്ത രാത്രിയില് യേശുവിനെ പ്രാർത്ഥിച്ചാൽ ഉറക്കം വരുമെന്നാ പറയുന്നത്. എന്നാ പിന്നെ അയാൾ യൂണിയൻ പ്രസിഡന്റായിട്ടിരിക്കുന്നതിനാ പള്ളി ഉപയോഗിച്ചിട്ട് പോയി പറയും. ഇല്ല ഇല്ല, ആയതുകൊണ്ട് അയാളെ തുറന്നു